ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഒരു കേക്കാണ്. അതായത് ഒരു കോമ്പിനേഷൻ കേക്ക്, 2 ഫ്ലേവറിലുള്ള ഒരു കേക്ക്. ഒരു വാനില സ്പോഞ്ചും ഒരു പിസ്തയുടെ ഫ്ലേവറിലുള്ള ഒരു കേക്കും, വാനിലയും പിസ്തയും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷൻ കേക്ക്. ഞാനിപ്പം 2 കേക്ക്സ് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇത് വാനില സ്പോഞ്ച്. ഞാൻ ഇതിനെടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് 1/4 കപ്പ് മൈദ, ഒരു 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 2 മുട്ട, ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഇത്രയും പിന്നെ ഒരു പൊടിച്ചതിന് ശേഷമുള്ള ഒരു 1/2 കപ്പ്, അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ കൂടെ കൂടുതൽ പഞ്ചസാരയും. അങ്ങനെ ആ മിക്സ് ചേർത്തുണ്ടാക്കിയ സ്പോഞ്ച് കേക്കാണിത്, വാനില സ്പോഞ്ച്. അതേ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്തേക്കുന്നതാണ് പിസ്ത കേക്ക്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു 1/4 കപ്പ് ചൂട് പാലും കൂടെ ഒഴിച്ചാണ് 2 കേക്കും ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ട, പഞ്ചസാര അടിച്ച മിക്സിലേക്ക് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുമ്പോൾ 1 സ്പൂൺ മാവ് ഇട്ട് കൊടുക്കുമ്പം ഒരു സ്പൂൺ ചൂട് പാല്, അങ്ങനെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ ചൂട് പാലിനകത്തോട്ട് ഞാൻ പിസ്തയുടെ ഫ്ലേവറും കൂടെ ചേർത്ത് അതും കൂടെ ഒഴിച്ചാണ് പിസ്ത ഫ്ലേവറിലുള്ള ഈ കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ 2-3 കേക്ക് ചെയ്തു. എല്ലാം ഒരേ ഇൻഗ്രീഡിയൻസ് തന്നെയാണ്, അളവിൽ മാത്രം അല്പം വ്യത്യാസമേ ഉള്ളൂ. എപ്പോഴും 1 കപ്പ് കൊണ്ട് ചെയ്തു, ഇത് 1/4 കപ്പ്, അത്ര വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് ഇത് 2 എണ്ണം നേരത്തെ ചെയ്തു വെച്ചേക്കുന്നത്. ഇനി ഞാനിതിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നമ്മുടെ കേക്ക് 4 ലെയറായിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഓരോ കേക്കും 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. ഞാൻ കേക്ക് സെറ്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. ഒരു ടേൺ ടേബിളിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ആദ്യം ഒരല്പം വിപ്പിംഗ് ക്രീം തേച്ചിട്ട് ഞാൻ പിസ്തയുടെ കേക്കിനെ 2ആയിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു പോർഷൻ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ അടുത്തതായിട്ട് അല്പം വിപ്പിംഗ് ക്രീം തേച്ചിട്ട് നമ്മുടെ വാനില സ്പോഞ്ചിൻ്റെ ഒരു പീസ് അതിൻ്റെ പകുതിക്ക് വെച്ച് കൊടുക്കുന്നു. ഇനി ഇതിലേക്കും ഷുഗർ സിറപ്പ് ഒഴിച്ച് നല്ലപോലെ വെറ്റ് ചെയ്യുകയാണ്. ഇനി ഇതിലേക്ക് അല്പം നമ്മുടെ പിസ്ത ഫ്ലേവർ ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീം അല്പം ഒന്ന് തേച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് അല്പം നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കുവാണേ. ഇനിയും അടുത്തതായിട്ട് നമ്മുടെ വാനില സ്പോഞ്ചിലേക്ക് വിപ്പിംഗ് ക്രീം, ഫ്ലേവർ ഒന്നും ഇല്ലാത്ത നമ്മുടെ സാധാരണ വിപ്പിംഗ് ക്രീമിനെ ഒന്ന് തേച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗുഡ് ഡേയുടെ ബിസ്ക്കറ്റ്, വാനില ഫ്ലേവർ കേക്കിലേക്ക് ഗുഡ് ഡേയുടെ നട്ട്സിൻ്റെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഗുഡ് ഡേയുടെ, അതിലെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അല്പം ചോക്ലേറ്റ് കൂടെ ഇട്ട് കൊടുക്കുക, വൈറ്റ് ചോക്ലേറ്റും കൂടെ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഇനി നമുക്ക് നമ്മൾ പിസ്ത വെച്ചിരിക്കുന്ന ആ സൈഡിലേക്ക് നമ്മുടെ വാനില സ്പോഞ്ചിനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് വെറ്റ് ചെയ്യുക.
ഇനി ഇതുപോലെ തന്നെ നമ്മൾ ഓരോന്ന് ഒരു സൈഡിലെ പിസ്തയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വാനില സ്പോഞ്ച്, പിന്നെ ഇത് ചോക്ലേറ്റും ഇടുക. ഇങ്ങനെ സൈഡിലും അതുപോലെ തന്നെ വാനില സ്പോഞ്ച്, പിസ്ത സ്പോഞ്ച്, പിന്നെ അതിൻ്റെ നടുക്ക് ചേർക്കേണ്ടത്, അങ്ങനെയെല്ലാം ചേർത്ത് നമ്മുടെ കേക്ക് സെറ്റാക്കാം. ഞാനിപ്പം നമ്മുടെ 2 സൈഡിലുള്ള കേക്കും ഏകദേശം ഒരു സൈഡിൽ ഞാൻ വാനില നമ്മുടെ വിപ്പിംഗ് ക്രീം മാത്രമായിട്ടും ഒരു സൈഡിൽ പിസ്തയുടെ ഫ്ലേവർ ഇട്ടുള്ള വിപ്പിംഗ് ക്രീമും കൂടെ തേച്ചിട്ട് ഒന്ന് ക്രം കോട്ട്, ഒരു നല്ല ഫിനിഷിംഗ് ഒന്നും വേണ്ട. നമ്മളിതിൻ്റെ പുറത്ത് വർക്ക് വേറെ ഡെക്കറേഷൻ ഉണ്ട്, അതുകൊണ്ട് അത്ര വലിയ ഫിനിഷിംഗ് ഒന്നും വേണ്ട. ചുമ്മാ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെക്കാം. നമ്മുടെ കേക്ക് ഇവിടെ ക്രം കോട്ടൊക്കെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സിനെ വരച്ച് കൊടുക്കുകയാണ്. നമ്മുടെ പിസ്ത വാനില ഫ്ലേവറിലുള്ള കോമ്പിനേഷൻ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതിൽ വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കുക. ഞാൻ കൂടുതലായിട്ട് കാണിക്കാത്തത് നേരത്തെ കേക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തത് കൊണ്ടാണ്. പിന്നെ ഫ്ലവർ വെച്ച് പിസ്തയുടെയും വാനില സാദാ വിപ്പിംഗ് ക്രീമും വെച്ചുള്ള ഫ്ലവേഴ്സാണ് ഇവിടെ ഡെക്കറേഷനായിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ ബൈ.